എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 3-ാം വാക്യം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. മിക്കവാറും എല്ലാ മതങ്ങളിലും പൗരോഹിത്യം കാണാൻ കഴിയും. ഓരോ മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഉപദേശങ്ങൾ തുടങ്ങിയവ പഠിക്കുകയും പിന്തുടരുകയും ഒക്കെ ചെയ്യേണ്ടതിനാണ് പുരോഹിതരെ നിയമിക്കുന്നത്. ചില മതങ്ങളിൽ അധികാര കേന്ദ്രവും പുരോഹിതർക്ക് നൽകിയിട്ടുണ്ട്. യഹൂദ മതത്തിൽ ദൈവാലയ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത് അവരിലെ ലേവി ഗോത്രത്തിലെ അംഗങ്ങളായിരുന്നു. ലേവി ഗോത്രത്തിലെ ആദ്യ മഹാപുരോഹിതനായ അഹരോന്റെ വംശാവലിയിലുള്ളവരെയാണ് മഹാപുരോഹിതനായി തെരഞ്ഞെടുത്തിരുന്നത്. ഈ ലേഖനത്തിൽ എഴുത്തുകാരൻ യേശുക്രിസ്തുവാണ് സാക്ഷാൽ നിത്യമഹാപുരോഹിതനെന്നും മറ്റെല്ലാവരും അവിടുത്തെ നിഴലായി ശുശ്രൂഷ നിർവഹിക്കുക മാത്രമാണ് ചെയ്തിരുന്നതെന്നും യേശു ഭൂമിയിൽ മഹാപുരോഹിതനായും പരമയാഗമായും വെളിപ്പെട്ട് തന്നെത്താൻ അർപ്പിച്ചതോടെ ഇനി ഭൂമിയിൽ മഹാപുരോഹിതന്മാരുടെ ആവശ്യം ഇല്ലെന്നും തെളിയിക്കുന്നു. എന്നാൽ യേശു ലേവ്യ ഗോത്രത്തിലോ അഹരോന്റെ വംശാവലിയിലോ ഉൾപ്പെടുന്നില്ല. അവിടുന്ന് യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. അപ്പോൾ എങ്ങനെ മഹാപുരോഹിതനാകാൻ കഴിയും എന്നതിൻ്റെ ഉത്തരമാണ് ഈ വാക്യങ്ങൾ. ലേവി ഗോത്രത്തിൻ്റെയും അഹരോൻ്റെയും ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേല്യരുടെയും പൂർവ്വപിതാവായ അബ്രഹാം ദൈവത്തിൻ്റെ മഹാപുരോഹിതനും ശാലേം രാജാവുമായിരുന്ന മൽക്കിസേദക്കിന് ദശാംശം കൊടുത്തു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. പദവിയിൽ താഴ്ന്നവൻ ഉയർന്ന പദവിയിലുള്ളവന് ദശാംശം കൊടുക്കുന്നു എന്നതിനാൽ ചരിത്രത്തിൽ മറ്റൊരിടത്തും പരാമർശിച്ചിട്ടില്ലാത്ത, മാതാപിതാക്കളെയോ വംശാവലിയെയോ ജനന മരണത്തെയോ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മൽക്കിസേദക്ക് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ നിഴലാണ് എന്ന് പറയുന്നു. യേശുക്രിസ്തു ജീവാരംഭവും അവസാനവുമില്ലാത്ത നമ്മുടെ നിത്യ മഹാപുരോഹിതൻ ആണ്. നമുക്കായി അവിടുന്ന് സദാ പിതാവിനോട് പക്ഷവാദം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.